സർ, എക്സിറ്റ് പോളുകൾ യഥാർത്ഥത്തിൽ വിശ്വാസയോഗ്യമാണോ? വിശ്വാസയോഗ്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീ പോളുകളേക്കാൾ വിശ്വാസയോഗ്യമാണ്. കാരണം പ്രീ പോളുകൾ ഏതാണ്ട് ശരിയായിട്ടുള്ളത് 50% താഴെയാണ്. അപ്പൊ എക്സിറ്റ് പോളുകൾ ഏതാണ്ട് ഒരു 10% കൂടി കൂടുതൽ വേണമെങ്കിൽ ഇന്ത്യയിൽ ശരിയായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിചാരിക്കാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞ് ഇതൊന്നും പരിപൂർണമായും ശരിയാകണമെന്ന് നിർബന്ധം ഇല്ല. കഴിഞ്ഞ തവണ തന്നെ ഏതാണ്ട് പകുതിയോളം എക്സിറ്റ് പോളുകൾ കേരളത്തെ സംബന്ധിച്ച് ഒരു ഭരണ തുടർച്ച പ്രവചിച്ചിരുന്നു. അത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ബാക്കിയുള്ള എക്സിറ്റ് പോളുകൾ ഭരണ തുടർച്ചയല്ല, നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ് എന്ത് ചെയ്ത് പ്രവചിച്ചിരുന്നത്. പക്ഷെ 99 സീറ്റുകളൊന്നും ആരും തന്നെ പ്രവചിച്ചിരുന്നില്ല. ആകെ ആക്സിസ് മൈ ഇന്ത്യയൊക്കെ 99-നേക്കാൾ കൂടുതൽ 100-120 സീറ്റുകൾ വരെ ടുഡേസ് ചാണകീയമൊക്കെ പ്രവചിച്ചിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കണക്കുകളൊന്നും പലപ്പോഴും കറക്റ്റ് ആവാറില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ 2024 ലോക്സഭയിൽ തകർന്നടിയുന്നത് നമ്മൾ കണ്ടതാണ്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ എക്സിറ്റ് പോളുകളും ഒരെണ്ണം ഒഴികെ ബാക്കിയുള്ളതെല്ലാം തകർന്നടിഞ്ഞിരുന്നു. കാരണം എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞിരുന്നത് അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് പറഞ്ഞിരുന്നത്. അതായത് ഹരിയാനയിലെ എക്സിറ്റ് പോളുകളൊക്കെ എടുത്തു നോക്കിയ രസകരമാണ്. 55 മുതൽ 62 വരെ, ആകെ 90 സീറ്റുകളെന്ന് ആലോചിക്കണം. അത് എന്ത് ചെയ്തത് ഈ പറയുന്ന കോൺഗ്രസിന് പറഞ്ഞിട്ടുള്ളത് 57 സീറ്റുകളാണ് ധ്രുവ് റിസർച്ച് പറഞ്ഞിട്ടുള്ളത്. ദൈനിക് ഭാസ്കർ 44 മുതൽ 54 വരെയാണ്. പി മാർക്ക് 56 സീറ്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എല്ലാവരും തന്നെ പ്രവചിച്ചിരുന്നത്. ഈവൻ ആക്സിസ് മൈ ഇന്ത്യയൊക്കെ അടക്കം വലിയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എക്സിറ്റ് പോളുകളൊക്കെ നമുക്ക് കണ്ണുടച്ചും കൂടി വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളുകൾ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളെല്ലാം ശരിയായിരുന്നിട്ടില്ലേ? നമ്മുടെ ഈ ആക്സിസ് മൈ ഇന്ത്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആക്സിസ് മൈ ഇന്ത്യയും ചില എക്സിറ്റ് പോളുകളൊക്കെ നടത്തിയൊക്കെ ശരിയായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പൊക്കെ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഇത്തവണ എക്സിറ്റ് പോളുകൾ പൊളിഞ്ഞടുങ്ങും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പോ CPM തന്നെയാണ് തുടർഭരണം എന്നാണ്? തീർച്ചയായിട്ടും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അറിയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്കൊരു വലിയ സ്വീപ്പ് ഉണ്ടാകുന്നു, വലിയൊരു മാർജിനിൽ നിങ്ങൾ ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കണ്ടെത്താനായിട്ട് എക്സിറ്റ് പോളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഉദാഹരണത്തിന് 99 സീറ്റുകളിലേക്ക് കഴിഞ്ഞ അവിടെ LDF അധികാരത്തിലേക്ക് വരുമ്പോൾ അത് കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം അല്ല. കാരണം നമുക്ക് കുറച്ചുകൂടി അത് പ്രകടമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഹരിയാനയിലെ റിസൾട്ട് പാളി പോയത്. ഹരിയാനയിലെ റിസൾട്ട് എന്തുകൊണ്ട് പാളി എന്നുള്ളത് താങ്കൾക്കറിയോ? അവിടെ ഉള്ളത് 55,48,000 വോട്ടുകളാണ് ഈ പറയുന്ന BJPക്ക് അവിടെ അനുകൂലമായിട്ട് കിട്ടിയത്. എന്നാൽ 54,30,000 വോട്ടുകളാണ് ആർക്ക് അനുകൂലമായിട്ട് കിട്ടിയത്? കോൺഗ്രസിന് അനുകൂലമായിട്ട് കിട്ടിയത്. 1,18,198 വോട്ടുകളുടെ വ്യത്യാസമേ കോൺഗ്രസിന് കുറവുള്ളൂ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ 0.85% ആണ്. ഈ 0.85% ഒക്കെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇതങ്ങ് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം എഫേർട്ട് അവരവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധ്യമാവുള്ളൂ. അത്രത്തോളം എഫേർട്ട് ഒന്നും ഇടുന്നവരല്ല മിക്ക എക്സിറ്റ് പോൾ ഏജൻസികളും. കാരണം അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്കൊരു വളരെ പരിമിതമായിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ കേരളത്തിന്റെ എക്സിറ്റ് പോൾ റിസൾട്ടിലേക്ക് വന്നാൽ 2 ഏജൻസികൾ, ഒന്ന് നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് JVCയും അതുപോലെ തന്നെ ആക്സിസ് മൈ ഇന്ത്യയും. ആക്സിസ് മൈ ഇന്ത്യയാണ് 78 മുതൽ 90 വരെ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് മജോറിറ്റി പറയുന്നത് ആകെ ആക്സിസ് മൈ ഇന്ത്യയാണ്. പക്ഷെ ആക്സിസ് മൈ ഇന്ത്യ കുറെ കൂടി എഫേർട്ട് ഇടുന്ന ആളുകളാണ് കേട്ടോ. പ്രദീപ് ഗുപ്തയെ എഫേർട്ട് ഇടുന്ന ആളുകളാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് 2 തെരഞ്ഞെടുപ്പിലും കരയേണ്ടി വന്നു. ഹരിയാന തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ലോക്സഭയിലെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ത്യ ടുഡേ ഫ്ലോറിൽ നിന്ന് വിങ്ങിപ്പൊട്ടുന്നതുകൊണ്ട് എനിക്ക് വലിയ സങ്കടം തോന്നി. മനോരമയുടെ എക്സിറ്റ് പോളും പ്രവചിച്ചിട്ടുണ്ട്. മനോരമയുടെ എക്സിറ്റ് പോളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അബ്സേർഡ് ആയിരുന്നു, വിചിത്രമായിട്ടുള്ള എക്സിറ്റ് പോൾ ആയിരുന്നു. അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്റെ മുമ്പിൽ ഏതാണ്ട് 10-12 പ്രോ ഇൻസൈറ്റ് മുതൽ മാട്രിക്സ് വരെയുള്ള ആളുകളുടെ എക്സിറ്റ് പോളിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. 15ഓളം ആളുകളുടെ ഉണ്ട്. ജെർണോമേർ, ഇതുപോലെ തന്നെ ചാണക്യ സ്ട്രാറ്റജീസ്, ഇതുപോലെയുള്ള ആളുകളുടെ അടക്കം ഈ 15-16 എക്സിറ്റ് പോളുകളിലും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 50-58 സീറ്റുകൾ മുതൽ ഏതാണ്ട് 68-69 സീറ്റുകൾ വരെയാണ് LDFന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുറവ് എന്ത് ചെയ്തേക്കാം, 50, 55, 58 സീറ്റുകൾ വന്നേക്കാം. കൂടുതൽ എന്ത് വന്നേക്കാം, 60-69 സീറ്റുകൾ വരെ വന്നേക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ 69 സീറ്റുകൾ കൂടാതെ ഇനി നമുക്ക് അടുത്തത് എന്താണ്, നമുക്ക് UDFന്റെ നോക്കാം. UDFന്റെ നോക്കുമ്പോൾ ഇതിലുള്ള 2 എക്സിറ്റ് പോളുകൾ, അത് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഈ പറയുന്ന പോലെ ആക്സിസ് മൈ ഇന്ത്യയും JVCയുമാണ്. അത് രണ്ടും പറയുന്നത് 78 മുതൽ 90 വരെയാണ് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത്, അത് ഉറപ്പാണ്.
പക്ഷെ JVC പോലും പറയുന്നത് 72 മുതൽ 84 വരെയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ദ ലോവസ്റ്റ് 72 വരെ എത്താം എന്നുള്ളതാണ്. ബാക്കി ഏതാണ്ട് ഒരു 5-6 സർവേകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 70ആണ്. ആർക്ക്? UDF പറയുന്നത് മിനിമം 70ആണ്. അതിൽ തന്നെ ഒരു 3-4 പേര് 5-7 പേര് വേറെ 6 പേര് പറയുന്നത് 63 മുതൽ 74 വരെയാണ്. ICPL പറയുന്നത്, PU ഇൻസൈറ്റ് പറയുന്നത് 66 മുതൽ 76 വരെയാണ്. ജെർണോമിൻ പറയുന്നത് 65 മുതൽ 80 വരെയാണ്. പീപ്പിൾ ഇൻസൈറ്റ് പറയുന്നത് 66 മുതൽ 76 വരെയാണ്. പീപ്പിൾ ഇൻസൈറ്റ് ഒന്നും നമ്മൾ കണക്കിലെടുക്കണ്ട കേട്ടോ, കാരണം അവർ BJPക്ക് 14 സീറ്റ് 10 മുതൽ 14 സീറ്റ് വരെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ CNN ന്യൂസ് 18 പറയുന്നത് 70 മുതൽ 80 വരെ സീറ്റാണ്. അതേസമയം LDFന് പറയുന്നത് 58 മുതൽ 68 വരെ സീറ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ക്ലിയർ ആണ്, വളരെ നേരിയ മാർജിനിലാണ് ജയിക്കാൻ പോകുന്നതെന്നാണ് മഹാഭൂരിപക്ഷവും എന്ത് ചെയ്യുന്നത് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആക്സിസ് മൈ ഇന്ത്യയിൽ വിശ്വസിക്കണം. പക്ഷെ ആക്സിസ് മൈ ഇന്ത്യയിൽ വിശ്വസിക്കുമ്പോൾ പോലും ദർ കുഡ് ബി എ ചാൻസ് 78 മാറാം എന്നും LDFന്റെ സീറ്റുകൾ 62 മാറാമെന്നും അവർ എന്ത് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ബേസിക്കലി ഒരു ടൈറ്റ് ഫൈറ്റ് ആണ്, നെക്ക് ടു നെക്ക് ഈ പറയുന്ന പോലെ ഫൈറ്റ് ആണ്. വലിയ നേരിയ മാർജിനിലായിരിക്കും ആരാണെങ്കിലും അധികാരത്തിലെത്താൻ സാധ്യത എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ആക്സിസ് മൈ ഇന്ത്യ 90ഉം അതുപോലെ തന്നെ JVC പറയുന്നത് 84ഓളം സീറ്റുകളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇതൊരു ടൈറ്റ് ടു ടൈറ്റ് ഫൈറ്റ് ആണ്. ആ ഫൈറ്റിനിടക്ക് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇത്തവണ ഒരു 5%, 6%, കഴിഞ്ഞ തവണ 5.9% വ്യത്യാസം ഉണ്ടായിരുന്നു. 12 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത്തവണ അത്തരം വോട്ടുകളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പൊ അത്തരത്തിൽ ഒരു 2-3 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമാണ് ഉണ്ടാകുന്നതെങ്കിൽ താങ്കൾ ഇപ്പൊ എഴുതി വെച്ചത് പറഞ്ഞോളൂ, ഇതെല്ലാം തന്നെ അടപടലം. പക്ഷേ ഇത് എക്സിറ്റ് പോളുകൾ പറയുന്ന 5% വോട്ടിന്റെ വ്യത്യാസം ഉണ്ടാവും. എക്സിറ്റ് പോളുകൾ ഈ 5% വോട്ടിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാലും ഇനി അതിനകത്ത് വലിയൊരു വേറൊരു അപകടമുണ്ട്. ഇപ്പൊ 5% വോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ മാറി വരുന്ന സെനാറിയോസ് നമ്മൾ കാണണം. ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ മുമ്പത്തെ തവണ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ ആ ബീഹാറിൽ നിങ്ങൾ അറിയേണ്ടത് വളരെ ചെറിയ, അതായത് 11,500 വോട്ടുകളുടെ വ്യത്യാസം ഉണ്ടായുള്ളൂ. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പൊ അത്തരത്തിൽ നേരിയ വ്യത്യാസമേ എന്ത് ചെയ്തിട്ടുള്ളൂ അവിടെ ഉണ്ടാകുന്നുള്ളൂ എങ്കിൽ അത് കണ്ടെത്തൽ എന്ന് പറയുന്നത് അത്യന്തം ശ്രമകരമായിട്ടുള്ള ഒരു പണിയായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ തവണ ഇതൊന്നും അല്ലാതെ തന്നെ ആളുകളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് കണ്ടെത്താൻ പറ്റില്ല. ഇപ്പൊ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഞാൻ കൃത്യമായിട്ട് പ്രവചിച്ചതാണ്. ബീഹാറിൽ NDA വളരെ സിമ്പിളായി അധികാരത്തിലേക്ക് വരുമെന്ന് ഞാൻ പറഞ്ഞതാണ്. അന്ന് എല്ലാവരും എന്നെ ചീത്ത വിളിച്ചു. ഞാൻ എന്തായാലും NDAക്കാരനാണെന്ന് പറഞ്ഞു. യോഗേന്ദ്ര യാദവിന് തെറ്റിപ്പോയെന്ന്. യോഗേന്ദ്ര യാദവ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൃത്യമായി പ്രവചിച്ചു, പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്തു? തെറ്റുപറ്റി. അപ്പൊ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്, ഞാനിത് മുഴുവനായിട്ട് പരിശോധിച്ചു. ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ ചില സർവേ റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്പരക്കും. ഇപ്പൊ അദ്ദേഹം പ്രദീപ് ഗുപ്ത തന്നെ ഇന്നലെ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിജയ് അവിടെ അധികാരത്തിലേക്ക് കയറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞത്, ഏറ്റവും ലോവസ്റ്റ് വിജയ് 70 സീറ്റ് പിടിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ബാക്കി ഒരു സർവേകളും അവർ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യമുള്ളൂ. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ എടുത്തു നോക്കിയാൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം കാണാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ട് കൂടുതൽ CPM-നും ജയിച്ചത് ആരുമാണ്? BJP ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളൊക്കെ തന്നെ ഇനി കേരളത്തിൽ ഉണ്ടാവാം. കാരണം ഇതൊരു 2 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം എന്നുള്ളതിന് മാറി ഒരു മൂന്നാമതൊരു കക്ഷി കൂടി വരുമ്പോൾ ഇത്തരത്തിലുള്ള വോട്ട് മാനേജ്മെന്റിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു വോട്ട് പെർസെൻറ്റേജ് മലബാർ മുതൽ ഈ പറയുന്ന തെക്കൻ കേരളം വരെയുള്ളത് എടുത്തു വെച്ചിട്ട് അതിനനുസരിച്ച് സീറ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഒരിക്കലും ശരി ആകൂല. കാരണം എന്താ, അവിടെ ചിലപ്പോൾ മലപ്പുറത്ത് വലിയ ഭൂരിപക്ഷത്തിന് ആരും അധികാരത്തിലേക്ക് വന്നേക്കാം. UDF അധികാരത്തിൽ വലിയ ഭൂരിപക്ഷത്തിന് അവിടെ MLA-മാർ ജയിച്ചേക്കാം. പക്ഷെ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ അത്രയും ഭൂരിപക്ഷം ഉണ്ടാവണമെന്നില്ല. പക്ഷെ സീറ്റ് എത്രത്തോളം ട്രാൻസ്ഫറായി മാറില്ല. ഇപ്പൊ അത് തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിൽ 35% സ്റ്റാലിനും DMK-ക്കും അതുപോലെ തന്നെ വിജയ്ക്കും അവര് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് വിജയ്ക്ക് കൂടുതലായിട്ട് വോട്ട് കിട്ടിയാലാണ് വിജയ് 120 സീറ്റുകളിലേക്ക് എന്ത് ചെയ്യുള്ളൂ എത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ വിജയ് ചിലപ്പോൾ 70 സീറ്റുകളിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാൽക്കുലേഷന് ഇത്തവണ വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഒന്നാണ് നമ്മൾ ഹരിയാനയിൽ കണ്ടത്. ആ ഹരിയാനയിൽ കണ്ടതുപോലെ ഇവിടെ എല്ലാ എക്സിറ്റ് പോളുകളും തകർന്നടിയും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോഴും. പക്ഷെ ഒരു എക്സിറ്റ് പോള് പോലും ഭരണ തുടർച്ച പ്രവചിക്കുന്നില്ല. അല്ല, അതിലൊന്നും കാര്യമില്ലെന്നേ. ശരിയാണ്, അതൊക്കെ ഫാക്ട് ആണല്ലോ. നമുക്കറിയാലോ ഒരു എക്സിറ്റ് പോളും ഭരണ തുടർച്ച പ്രവചിക്കുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം പി-മാർക്ക് പറയുന്നത് 62 മുതൽ 69 വരെ സീറ്റാണ്. അതുപോലെ നിരവധി സർവേകൾ വോട്ട് വൈബ് പറയുന്നത് 58 മുതൽ 68 വരെ സീറ്റുകളാണ്. പിന്നെ മാട്രിക്സ് പറയുന്ന 60 മുതൽ 65 വരെ സീറ്റുകളാണ്. സോ എന്ന് പറഞ്ഞാൽ ഒരു 7 സീറ്റ് 6 സീറ്റ് ഈ മാട്രിക്സ്. പി-മാർക്കിന്റെ കേസൊക്കെ BJPക്ക് എത്ര സീറ്റ് പറയാതെ ഇപ്പൊ പി-മാർക്കിന്റെ കേസിൽ BJPക്ക് പറയുന്ന 1 മുതൽ 4 വരെ സീറ്റാണ്.
ആ 1 മുതൽ 4 വരെ സീറ്റിൽ 2 കിട്ടിയില്ലെങ്കിൽ 3 കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? CPM അധികാരത്തിലേക്ക് എത്തും. ഇപ്പൊ അത് തന്നെ ഞാൻ പറയാൻ വന്നത്. വോട്ട് വൈബിന്റെ കേസിൽ 58 മുതൽ 68 വരെ സീറ്റുകളാണ്. അതിൽ 0 മുതൽ 4 വരെ സീറ്റുകൾ NDAക്ക് എന്ന് പറഞ്ഞേക്കണം. അപ്പൊ ആ 4 സീറ്റുകളിൽ ഇപ്പൊ AK മഷറഫും മഞ്ചേശ്വരം ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 3 സ്ഥലത്തും ജയിച്ചാൽ ആരായിരിക്കും ജയിക്കുക? CPM ആയിരിക്കും. പാലക്കാടും ഇതുമല്ല അവർ കൺസിഡർ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് സീറ്റുകളാണെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കുമ്പോൾ അത് CPM ആയിരിക്കും ജയിക്കുക. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ റിസൾട്ടുകൾ എപ്പോഴെങ്കിലും മാറാം. എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് മുഖ്യമന്ത്രിയായിട്ട് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് പറഞ്ഞേക്കുന്നത് പിണറായി വിജയനെയാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്സിന് എല്ലാവരുടെയും കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ 40%, 45 ഉണ്ട്. ഇപ്പൊ ഇവരുടെ എല്ലാവരുടെയും കൂട്ടിയൊക്കെ 40% ഉള്ളെന്ന് പറയാം. പക്ഷെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം, ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരൊറ്റ കാര്യമാണ്. കാരണം ഇതൊന്നും ഈ പറയുന്ന പോലെ അബ്സല്യൂട്ട് ആയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു നരേറ്റീവായിട്ടോ കൃത്യമായിട്ടുള്ള ഒരു കണക്കായിട്ടോ നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളത് റിസൾട്ട് തന്നെ പറയണ്ടേ? അല്ല, അങ്ങനെ റിസൾട്ട് തന്നെ വരണം. എന്റെ വിശ്വാസമാണ് ഞാൻ പറയണത്. എന്റെ റീഡിങ്ങിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോ ഇന്ന് തന്നെ ആക്സിസ് മൈൻഡിയുടെ സർവേ എടുത്ത് ഞാൻ കംപ്ലീറ്റ്ലി നോക്കിയതാണ്. വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞത്. തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടല്ല, കേരളമായിട്ട് ബന്ധപ്പെട്ട് പോയി. എന്ന് പറഞ്ഞാൽ നായർ ഈഴവ വോട്ട് ബാങ്കുകളിൽ വലിയ ഷിഫ്റ്റ് NDAയിലേക്ക് ഉണ്ടാവുമെന്നാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം പറയുന്നത് NDAക്ക് 14%. അങ്ങനെയാണെങ്കിൽ 14% പോരാ. രണ്ടാമത്തത് തെക്കൻ കേരളത്തിൽ എന്ത് ചെയ്യും എന്നാണ്. UDF ജയിക്കുമെന്നാണ്, UDFന് വലിയ നേട്ടം ഉണ്ടാകുമെന്നുള്ളതാണ്. അത്രയും നേട്ടം ഉണ്ടാകും എന്നുള്ളത് UDFകാർക്ക് പോലും ഒരു ഉറപ്പ് ഇല്ല. ഇനി നമുക്കറിയില്ല ഇത്തരത്തിലൊരു തരംഗം ഇപ്പൊ 90 സീറ്റുകളിലേക്ക് വരുന്ന ആക്സിസ് ഇന്ത്യ പറയുന്ന പോലെയുള്ള ഒരു തരംഗം ഉണ്ടായാൽ ഇതൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ അങ്ങനെ തരംഗമുണ്ട് എന്നുള്ളത് ആക്സിസ് ഇന്ത്യ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ള ആരും പറയുന്നില്ല. അപ്പൊ നമ്മള് ഒന്നില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും അവിശ്വസിച്ചുകൊണ്ട് ഇത് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ആക്സിസ് ഇന്ത്യ 2024 ഇതുപോലെ തകർന്ന് തരിപ്പണായതാണ്. ലോക്സഭയുടെ മാത്രമാണ്. പക്ഷെ കേരളത്തിന് നമ്മൾ ഹരിയാനയിൽ തകർന്ന തരിപ്പണ. കേരളത്തിന് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരള നിയമസഭയുടെയും കേരള ലോക്സഭയും കേരളത്തിൽ എന്താണ് കേരളത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് സുഹൃത്തെ. അതാണ് ഇതിന്റെ പ്രശ്നം. കേരളത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ 91 സീറ്റുകളിൽ നിന്ന് 99 സീറ്റുകളിലേക്കുള്ള ഒരു മേജർ ജമ്പ് ഉണ്ടാകും എന്നുള്ളത് കണ്ടുപിടിക്കൽ എളുപ്പമാണ്. പക്ഷെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഇതേവരെയുള്ള തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല. എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇത് വേർതിരിച്ചെടുക്കാൻ തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ ഈ സർവേ നടത്തിയിട്ടുള്ള ചില ആളുകളോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവരെന്നോട് പറയുന്നത് ചില കണക്കുകൾ ഞങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്തേക്കണാണ്, ഒരു കൃത്യമായി ഇത് അസസ്മെന്റ് നടത്തി നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോ 68, 69 കൊടുത്തേക്കണ ഒരു സേഫർ സൈഡിന് കൊടുത്തേക്കണാണ്. കാരണം 69 എന്ന് പറഞ്ഞാലുള്ള ഒരു ഗുണമുണ്ട്. എന്താ പ്രശ്നമുള്ളത്? കാരണം അങ്ങോട്ട് 72, 73 വന്നാൽ പോലും അവരെ ഇത് കറക്റ്റ് കുഴപ്പമില്ലെന്ന് പറയാം. ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾ ശരിക്കും ഞാൻ ചോദിക്കുന്നത് ഇവരെല്ലാം തടി ഊരുകയല്ലേ ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ആര് വിജയിച്ചു കഴിഞ്ഞാൽ തടി ഊരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയേക്കണ ഡാറ്റകൾ അത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റകളാണ്. മനസ്സിലായോ? ആ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റകളുടെ പുറത്ത് അവരൊരു അഭിപ്രായം പറയുമ്പോൾ അവർക്ക് ഇതിന്റെ പുറത്ത് എടുക്കാവുന്ന റിസ്ക് എടുക്കാൻ വയ്യ. അതായത് അത്രയും വലിയ റിസ്ക് ആണ് എടുക്കേണ്ടി വരുന്നത്. ഇപ്പൊ ICPL അതുപോലെ പ്രോ ഇൻസൈറ്റ് എന്നൊക്കെ പറഞ്ഞ അവരിൽ UDFനാണ് അവർ മുൻതൂക്കം പ്രഖ്യാപിക്കുന്നത്. അപ്പൊ പോലുള്ള പ്രധാനപ്പെട്ട കാര്യം 63 മുതൽ 74 വരെ സീറ്റാണ് UDFന് പറയുന്നത്. ആര്? ഈ ICPL. അതുപോലെ 66 മുതൽ 76 വരെ സീറ്റുകളാണ് പ്രോ ഇൻസൈറ്റ് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ 58 മുതൽ 70 സീറ്റ് വരെയാണ് LDFന് പറഞ്ഞേക്കണേ. മനസ്സിലായോ? അപ്പൊ 68, 69, 70 വരെ പറഞ്ഞിട്ടുള്ള ഏജൻസികളുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നാളെ അവർക്ക് പറഞ്ഞു നിൽക്കാം ഒരു 4-5 സീറ്റ് അപ്പുറത്തേക്ക് എന്ത് ചെയ്തു പോയി, ഷിഫ്റ്റ് ചെയ്ത് പോയി, മാറിപ്പോയി. അത് വായിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കറിയാം ഈ മറ്റു കൂട്ടർ അത് 79 മുതൽ 80 വരെ. പിന്നെ അടുത്ത ഒരു സർവേ ഞാൻ പറയുന്നത് പീപ്പിൾ ഇൻസൈറ്റ് അവരുടെ സർവേ പറയുന്നത് എന്താ വെച്ചാൽ വലിയ തമാശയാണ്. 58 മുതൽ 68 വരെ സീറ്റുകളാണ് LDFന് പറഞ്ഞേക്കുന്നത്. അതായത് LDFന് വലിയ വീഴ്ചയില്ല എന്നുള്ളതാണല്ലോ സൂചിപ്പിക്കുന്നത്. അതായത് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായത് 57-58 സീറ്റുകളാണ്. അപ്പൊ അതിനേക്കാൾ വേണമെങ്കിൽ 10 സീറ്റ് കൂടി എന്ത് ചെയ്യാം, കൂടാം എന്നുള്ളതാണ് പറഞ്ഞേക്കണം. അറ്റ് ദ സെയിം ടൈം അവർ പറഞ്ഞേക്കണത് 66 മുതൽ 76 വരെ സീറ്റുകളാണ് UDFന് പറഞ്ഞേക്കണം. ഇനി അടുത്ത തമാശ എന്താ വെച്ചാൽ 10 മുതൽ 14 സീറ്റുകൾ വരെ BJPക്ക് പറഞ്ഞേക്കണം. 10 മുതൽ 14 സീറ്റ് വരെ BJP. അപ്പൊ 10 മുതൽ 14 സീറ്റ് വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പുറത്ത് കൂട്ടിയാൽ ആര് ജയിക്കും? 68-നൊപ്പം 5 കൂട്ടിയാൽ ഞാൻ പറഞ്ഞ ഫിഗറിലേക്ക് 73ലേക്ക് LDF എത്തും. അപ്പുറത്താണ് കൂടുന്നതെങ്കിൽ 80 സീറ്റിലേക്ക് വന്ന് UDF അധികാരത്തിൽ വരും. അല്ലെങ്കിൽ 66 സീറ്റാണെങ്കിൽ ഇനി 2, 3, 68, 72 എന്നൊക്കെ പറഞ്ഞുള്ള ഫിഗറിലേക്ക് എന്ത് ചെയ്യാൻ വരാം. അപ്പൊ ഇത് ഇനി CNN News 18 സർവേ 58 മുതൽ 68 വരെയാണ് LDF.
70 മുതൽ 80 വരെയാണ് UDF. എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് എത്ര വരെ വരാന്ന് പറഞ്ഞേക്കണ 70 വരെ. അപ്പൊ 2 കുറഞ്ഞു. ഞങ്ങൾ പറഞ്ഞത് 2 എന്ത് ചെയ്തിട്ടുള്ളൂ, കുറഞ്ഞിട്ടുള്ളൂ. 3 കുറഞ്ഞിട്ടുള്ളൂ. ഫൈൻ. അപ്പൊ ഇതിന് ആകെ തുക നമ്മൾ അറിയേണ്ടത്, ഇതെല്ലാം രാത്രി ഞാൻ ശരിക്കും പറഞ്ഞാൽ ആകെ 2-3 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ അറിയേണ്ടത് നമ്മളിത് മുഴുവൻ, ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്ന് എത്തി തന്നെ 12 മണിക്കാണ്. അതിനുശേഷം ഞാൻ ഇതിന്റെ പുറത്ത് ഇരുന്നിട്ട് ഞാൻ ഞെട്ടിപ്പോയ കണക്കുകൾ എന്താ വെച്ചാൽ, ഞാൻ ആദ്യം വിചാരിച്ചത് എല്ലാ സർവേകളും, അപ്പൊ ഞാൻ വരുമ്പോഴൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ നിരവധി പേര് വിളിച്ചു പറയുന്നുണ്ട്, രാഷ്ട്രീയ നേതാക്കളടക്കം വിളിച്ചു പറയുന്നുണ്ട്, എക്സിറ്റ് പോളുകൾ വന്നു, നിങ്ങൾ എന്താ പറയണേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു എല്ലാ എക്സിറ്റ് പോളുകളും UDF ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രമല്ല, അത് വളരെ പുറമേ ഉള്ളൊരു വായനയാണ്. ഇത് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ യാതൊരുവിധ ക്ലാരിറ്റിയും ഇവർക്ക് പോലും ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിൽ കുറച്ചെങ്കിലും ധൈര്യം എടുത്ത് ആക്സിസ് മൈൻഡ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറഞ്ഞതൊക്കെ അത് ശരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അഭിനന്ദിക്കണം. അല്ല, തീർച്ചയായിട്ടും അത് ശരിയായിട്ടുണ്ടെങ്കിൽ അവർ അഭിനന്ദിക്കാം, അതിന് തെറ്റൊന്നുമില്ല. അപ്പൊ ശരിയായിട്ടുണ്ടെങ്കിൽ അവർ അഭിനന്ദിക്കണമല്ലോ. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് ഇപ്പൊ ഹരിയാനയിൽ ഇതേപോലെ തന്നെ ഒരു പ്രതീക്ഷയാണ് ഉണ്ടായത്. ഞാനിപ്പോ 4 നിങ്ങൾ വായിച്ചു കേൾപ്പിച്ചു. 15ഓളം ഏജൻസികളുടെ എന്റെ അടുത്തുണ്ട്. അതുപോലെ ജമ്മു കാശ്മീരിൽ പ്രവചിച്ചത് എന്തെങ്കിലും ഉണ്ട്. ഇതുപോലെ പകുതി 3/4 പേരും എന്ത് ചെയ്ത് തകർന്നു പോയിട്ടുണ്ട് അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ചില സ്ഥലങ്ങളിൽ ഇത് ശരിയായിട്ടുണ്ടില്ലെന്നല്ല പറഞ്ഞു തന്നെ. പക്ഷെ കേരളത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഹരിയാനയിലെ 1,18,000 വോട്ടുകളുടെ വ്യത്യാസം വരുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ആ സിറ്റുവേഷനെ നമ്മൾ മനസ്സിലാക്കാൻ അത്രത്തോളം എളുപ്പമുള്ള കാര്യം അല്ല. നന്നായി പഠിക്കുന്ന ഒരു കുട്ടി 80% മാർക്ക് മേടിക്കും, 90% മാർക്ക് മേടിക്കും എന്ന് പറയുന്ന ഒരു സമയത്ത് നമുക്ക് കൂളായിട്ട് പറയാം അവരെന്ത് ചെയ്യുമെന്ന്, ജയിക്കുമെന്ന് പറയാം. പക്ഷെ അതുപോലെയല്ല. നമ്മളിപ്പോ നാളെ സിവിൽ സർവീസ് പരീക്ഷ എന്ന് എഴുതുമ്പോൾ 10 ലക്ഷം പേര് എഴുതുന്നു, അതിൽ 3000 പേർക്ക് കിട്ടുന്ന ഒരു പരീക്ഷ എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇനി അതിനേക്കാൾ ടഫാണ് താങ്കൾ അറിയേണ്ടത് IIT എൻട്രൻസ് എക്സാം. അറിയോ? ഇപ്പൊ രാജു നാരായണസ്വാമി എഴുതിയ എല്ലാ പരീക്ഷകളിലും 1ാം റാങ്കുകാരനാണ്. പക്ഷെ IIT എൻട്രൻസിലല്ല. എന്താ കാര്യം എന്ന് അറിയാം, അത് വേറെ ഡിഫറെന്റ് ബോൾ ഗെയിമാണ്. മനസ്സിലായി? അത് മാത്രമല്ല പ്രാക്ടിക്കൽ ലൈഫിൽ അദ്ദേഹം ഒരു പരാജയമായിരുന്നു. അല്ല, അത് വേറെ വിഷയമാണ്. ആ ടോപ്പിക്കിലേക്ക് നമ്മൾ പോയില്ല, അതൊക്കെ വേറെ ഇഷ്യൂ ആണ്. ഞാൻ പറഞ്ഞത് എഴുതിയ എല്ലാ പരീക്ഷകളിലും അദ്ദേഹം പഠിച്ച സ്കൂളിൽ ഞാൻ സെമിനാർ എടുത്തിട്ടുള്ളതാണ്, എനിക്കറിയാം. അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അതല്ല പോയിന്റ് എന്താ വെച്ചാൽ ഇത്രേ ഉള്ളൂ. ബാക്കി എല്ലാ പരീക്ഷകളും പോലെ നമ്മൾ പഠിച്ചതുകൊണ്ട് മാത്രം അങ്ങോട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ത് IIT ജോയിന്റ് എൻട്രൻസ് എക്സാം. അത് ഈ ലോകത്ത് തന്നെ ബ്രില്യൻസ് കോമ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പരീക്ഷയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IIM കാറ്റ് അങ്ങനെയാണ്. അപ്പൊ ഏതാണ്ട് അതുപോലെ ഒരു പരീക്ഷയാണ് ഇത്തവണ കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, ഇതെല്ലാം തകർന്നു വീഴാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പ്രേക്ഷകരോട് വളരെ ആത്മാർത്ഥമായി ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്ന് പറയുന്നത്.